ونبينا ومولانا محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. صدق الله مولانا العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് ഉടനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളും പടച്ചവൻ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ വീഴ്ചകളും അല്ലാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു വരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വിശുദ്ധമായ റമദാനിന്റെ മൂന്നിലൊരു ഭാഗം കഴിഞ്ഞു കടന്നിരിക്കുകയാണ്. വാനലോകത്ത് നിന്നും റഹ്മത്തിന്റെ പേമാരി അത് വർഷിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹീതമായ 10 ദിനങ്ങൾ. ഇനി ഇതുപോലൊരു റഹ്മത്തിന്റെ 10-ൽ നമ്മളിൽ എത്ര പേര് ഈ ദുനിയാവിൽ ഉണ്ടാകുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. നിലവിൽ ആർക്കെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് നേടാൻ സാധിച്ചു എന്നുള്ളത് നാം ചിന്തിക്കുകയും ഖേദിക്കുകയും ഇനിയെങ്കിലുമുള്ള അവസരങ്ങൾ അത് പാഴാക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. ഇപ്പോൾ നിലവിൽ നാം നിലകൊള്ളുന്ന രാവുകൾ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ്. ജീവിതത്തിന്റെ അതിസങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തേണ്ട ദിനങ്ങളാണ്. മനുഷ്യൻ തിന്മയുടെ മാലിന്യങ്ങളാൽ മൂടപ്പെട്ടു പോകുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയങ്ങൾ പാപകറകളാൽ മലീമസമാകുന്നതിനേക്കാൾ മറ്റൊരു സങ്കീർണതയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാകണം ഈ ഒരു അവസ്ഥയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം ചികിത്സിക്കപ്പെടേണ്ട ഒരു രോഗമാണ് എന്ന് തങ്ങൾ വിശേഷിപ്പിച്ചത്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അലാ അദുല്ലുകും അലാ ദാഇകും വദവാഇകും. നിങ്ങൾക്ക് പിടിപെട്ടിരിക്കുന്ന ഒരു രോഗത്തെയും അതിനെ ചികിത്സിക്കാനുള്ള ഒരു മരുന്നിനെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറഞ്ഞു, അലാ ഇന്ന ദാഅകും അദ്ദുനൂബ് വദവാഅകും അൽ ഇസ്തിഗ്ഫാർ. നിങ്ങൾക്ക് പിടിപെട്ടിരിക്കുന്ന രോഗം അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയ പാപങ്ങളും മാലിന്യങ്ങളുമാണെങ്കിൽ അതിനെ ചികിത്സിക്കാനുള്ള മരുന്നെന്ന് പറയുന്നത് അൽ ഇസ്തിഗ്ഫാർ, പടച്ച റബ്ബിലേക്കുള്ള മടക്കമാണ്, പാപമോചനം തേടലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, റമദാനിൽ എത്ര രോഗികളെയാണ് നാം കണ്ടത്. എത്രയോ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ട സഹായങ്ങൾ നാം ചെയ്തു കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നാം നമ്മുടെ രോഗത്തെ, ഏറ്റവും അപകടകരമായ നമ്മുടെ രോഗത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയ രോഗം, തിന്മയുടെ കറകൾ അടിഞ്ഞുകൂടി ഹൃദയം രോഗബാധിതമായിരിക്കുകയാണ്, അത് അസുഖം പിടിച്ചിരിക്കുകയാണ്. ആ അസുഖത്തെ ചികിത്സിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദുനിയാവിൽ നശ്വരമായ ഈ ദുനിയാവിൽ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം അത് ചികിത്സിച്ച് ഭേദമാക്കിയില്ലെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന അപകടത്തെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബ. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ, അവരിൽ നിന്നൊരു തെറ്റ് വന്നുപോയാൽ, അവനിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചാൽ,
കാനത് നുക്തതൻ സൗദാഉ ഫീ ഖൽബി, ആ തെറ്റും ആ പാപവും അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി മാറും. ഫഇൻ താബ വനസഅ വസ്തഗ്ഫർ സുഖില മിൻഹാ, ആ തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ അവന്റെ ഹൃദയത്തിൽ വന്നുകൂടിയ ആ ഒരു തെറ്റിന്റെയും പാപത്തിന്റെയും കറുത്ത പാടുകൾ അത് മാഞ്ഞു പോകണമെങ്കിൽ അവൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം, അവൻ ഇസ്തിഗ്ഫാർ ചെയ്യണം, റബ്ബിനോട് പൊറുക്കലിനെ തേടണം. വഇൻ സാദാ, ആ തെറ്റുകളും കുറ്റങ്ങളും അധികരിച്ച് അവന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ഈ കറുത്ത പുള്ളികൾ അത് അധികമായി വന്നാൽ, അത് കൂടിക്കൂടി വന്നാൽ, അത് ഇസ്തിഗ്ഫാർ ചെയ്യാതെ പാപ പൊറുക്കലിനെ തേടാതെ അത് ദിനം പ്രതി ആ തെറ്റുകളും കുറ്റങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് കാരണം അവന്റെ ഹൃദയം അശ്രദ്ധമായി പോയാൽ, അവന്റെ ഹൃദയത്തിന് രോഗം പിടിച്ചു പോയാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ പറ്റി പരാമർശിച്ചെടുത്ത് കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ചില മനുഷ്യരുടെ, ചില ആളുകളുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുകയാണ്, അതിന് കറ പിടിച്ചിരിക്കുകയാണ്. അത് വല്ലാതെ പരിശുദ്ധമായി വെളുത്തിരുന്ന ഹൃദയം അതിന് കറ പിടിച്ചത് കറുത്തിരുണ്ടു പോയിരിക്കുകയാണ്. അവര് തിരുത്തപ്പെടേണ്ട, ആ കറകൾ കഴുകിക്കളയേണ്ട ഏറ്റവും ഉചിതമായ സന്ദർഭമാണ്. മഹാനായ അല്ലാമ ഇഖ്ബാൽ വലിയ അറിയപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കവിയാണ്. അദ്ദേഹം പറയുന്ന ഒരു കവിതയുണ്ട്. മോസം അച്ഛാ പാനി വാഫിർ മിട്ടി ബി സർഖേസ് ജിസ്നെ അപ്നെ കേത് നസീബ് ന സേകാ വോ കൈസാ ദഹഖാൻ. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു കൃഷിക്കാരനെ ഉപമിച്ചുകൊണ്ട്, ഒരു കൃഷിക്കാരനുമായി താരതമ്യം ചെയ്തുകൊണ്ട്, അദ്ദേഹത്തിന്റെ കൃഷിപ്പാടത്തെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, മോസം അച്ഛാ, നല്ലൊരു സീസൺ കിട്ടി, കൃത്യമായി വിത്തിടേണ്ട ഒരു സീസൺ അവന്റെ മുന്നിൽ വന്നു. പാനി വാഫിർ, കിട്ടേണ്ടതായ ആ സീസണിൽ കൃഷി വളരണമെങ്കിൽ അതിന് കൃത്യമായി കൊടുക്കേണ്ടുന്ന വെള്ളവും വളവും എല്ലാം അവന്റെ കയ്യിലുണ്ട്. എല്ലാ സർവ സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ അവൻ കൃഷി ചെയ്യേണ്ടുന്ന മണ്ണും കൃത്യമായ പാകമാണ്. എല്ലാ നിലയിലും അവന് അനുയോജ്യമായ ഒരു സാഹചര്യം അവന്റെ മുന്നിലുണ്ടായിരിക്കെ ജിസ്നെ അപ്നെ കേത് നസീബ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്നിട്ടും എല്ലാ സംവിധാനങ്ങളും അവന്റെ മുന്നിൽ ഒരുങ്ങിയിട്ടും എന്നിട്ടും ആ കൃഷിയിടത്തെ വേണ്ട വിധത്തിൽ പരിപാലിക്കാതെ അതിനെ പരിഗണിക്കാതെ വിടുന്നവനേക്കാൾ ബുദ്ധിശൂന്യനായ കൃഷിക്കാരൻ ആരാണുള്ളത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനെല്ലാം റബ്ബിനോട് നമ്മുടെ പാപം പൊറുപ്പിക്കപ്പെടാൻ, നമ്മുടെ ഹൃദയത്തിന്റെ കറകൾ മുഴുവനും കഴുകി ശുദ്ധിയാക്കാൻ അല്ലാഹു തന്ന ഏറ്റവും വലിയ അവസരമാണ് വിശുദ്ധ റമദാൻ എന്ന് തിരിച്ചറിഞ്ഞ് ആ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ കറകൾ മുഴുവനും കഴുകി ശുദ്ധിയാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന മഗ്ഫിറത്തിന്റെ മഗ്ഫിറ. ഈ റമദാനിനെ മൂന്നായി തരം തിരിച്ച് അതിലെ ഒന്നാമത്തെ 10 അവ്വലുഹു റഹ്മ, അതിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ കാരുണ്യത്തിൻ്റെതാണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങൾ പാപമോചനത്തിൻ്റെതാണ്. അള്ളാഹുവിനോട് തന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാനുള്ളതാണ്. അത് ഏറ്റുപറഞ്ഞ് പടച്ച റബ്ബിനോട് അവന്റെ രോഗത്തെ ചികിത്സിക്കാൻ തയ്യാറായാൽ അള്ളാഹു പാപമോചനം കൊണ്ട് അവനെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ, റമദാൻ എന്ന പേരിന്റെ അർത്ഥം തന്നെ റമദാൻ, റമള് എന്ന പദത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക, അവന്റെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ മുഴുവനും കരിച്ചു കളയുക. അത് തന്നെയാണ് ഈ റമദാൻ എന്ന വാക്കിന്റെ അർത്ഥമെന്ന് പോലും നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ ദിനരാത്രങ്ങളെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. തിന്മകളാൽ രോഗബാധിതരാകാത്തവരായി നമ്മൾ ആരെങ്കിലും ഉണ്ടോ? പാപം ചെയ്യാത്തവരായി ആരുമില്ല. ഈ നോമ്പ് കാലത്ത് പോലും നമ്മളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട്, ഉറപ്പാണ്, തീർച്ചയാണ്. പാപങ്ങൾ വരാത്ത, പാപങ്ങൾ ചെയ്യാത്ത, പാപങ്ങൾ ചിന്തിക്കാത്ത ഒരു മനുഷ്യനും നമുക്കിടയിൽ ഉണ്ടാകില്ല. കാരണം റസൂലുള്ളാഹി തന്നെ പറഞ്ഞതാണ്, കുല്ലു ബനീ ആദമ ഖത്താഊൻ,
എല്ലാ ആദമിന്റെ മക്കളും പാപം ചെയ്യുന്നവരാണ്, അവരിൽ നിന്ന് തെറ്റുകൾ വന്നു പോകുമെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ഈ പാപികളിലും നല്ല മനുഷ്യരുണ്ട്, പാപികളിലും നല്ല മനുഷ്യരുണ്ട്. അതാരാണെന്ന് വിവരിക്കുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ഈ പാപികളിൽ നല്ലവരാരെന്നറിയുമോ? അത്തവ്വാബൂൻ. ഈ പാപങ്ങൾ അവനിൽ അടിഞ്ഞുകൂടിയെന്ന് തിരിച്ചറിഞ്ഞിട്ട് പടച്ച റബ്ബിനോട് പശ്ചാത്തപിക്കുന്നവരാരാണോ അവരാണ് ഏറ്റവും നല്ല പാപം ചെയ്യുന്നവരെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സഹോദരങ്ങളെ, അതിനെ അങ്ങനെ തന്നെ അവഗണിക്കാതെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി പരിഹരിക്കണം, പശ്ചാത്തപിക്കണം പടച്ചവനോട്. തിന്മയുടെ ഭാണ്ഡം എത്ര കനമേറിയതായാലും, എത്ര മൂർച്ഛിച്ചതായാലും, എത്രമാത്രം അത് കഠിനമായി പോയതായാലും, സമൂഹമേ, അള്ളാഹുവിൽ നിന്ന് നിരാശരാകരുതേ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നാം എത്ര തെറ്റ് ചെയ്യുന്നു, ഞാനടക്കമുള്ളവർ. ഞാൻ തൊപ്പിയും തലപ്പാവും ദാടിയും നമ്മുടെ വെള്ളക്കുപ്പായവും എല്ലാം ധരിച്ച് ഒരു ഇമാമായി നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ജനസമക്ഷത്തിൽ, ജനങ്ങളുടെ മുന്നിൽ ഞാനും നിങ്ങളും വലിയ പുണ്യാളന്മാരാകുമ്പോൾ നാം ജനങ്ങളുടെ മുമ്പിൽ വലിയ ആളാണ്. എല്ലാ നിലയിലും ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നാൽ രഹസ്യമായി ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബെങ്ങാനും അത് പരസ്യപ്പെടുത്തിയാൽ, ആ തെറ്റിന്റെ പേരിൽ എന്നെ അവഹേളിച്ചാൽ, എന്നെ നിന്ദ്യനാക്കാൻ തീരുമാനിച്ചാൽ, സഹോദര ആലോചിച്ചു നോക്കൂ, പടച്ചവനത് ചെയ്യുന്നില്ലല്ലോ. ഞാൻ രഹസ്യമായി ചെയ്യുന്ന തെറ്റുകളെങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്റെ പിന്നിൽ തുടരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലല്ലോ. അത്രയും മാത്രം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റുകൾ അത് ആലോചിച്ചു നോക്കൂ. അതെങ്ങാനും പരസ്യമാക്കപ്പെട്ടാൽ, അത് ജനങ്ങളുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ടാൽ, എനിക്ക് മുഖത്ത് മുണ്ടിടാതെ, തലയിൽ മുണ്ടിടാതെ എനിക്ക് ഇറങ്ങി നടക്കാൻ കഴിയുമോ? എന്നാൽ അല്ലാഹു യസ്തുറുനാ, എന്റെ റബ്ബതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. സുമ്മയുനാദീനാ, മറച്ചു വെക്കുക മാത്രമല്ല, ആ പടച്ചവൻ നിരന്തരം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, വിശ്വാസികളെ, വിശ്വസിച്ചവരെ വിളിച്ചു തന്നെയാണ് പറയുന്നത്. അവര് തെറ്റ് ചെയ്യുമെന്ന് പടച്ചവന് തീർച്ചയാണ്. അവൻ തെറ്റ് ചെയ്യുമെന്ന് പടച്ചവന് ഉറപ്പാണ്. തൂബൂ ഇലല്ലാഹ്, വിശ്വാസികളെ, നിങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാകാം. നിങ്ങൾ പടച്ചവനിലേക്ക് തൗബ ചെയ്യൂ. തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ, നിഷ്കളങ്കമായ തൗബ പടച്ചവനോട് ചെയ്താൽ അള്ളാഹു പുറത്തു തരുമെന്നുള്ളത് തീർച്ചയാണ്, തീർച്ചയാണ്. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരങ്ങളോട് അത്രയും വലിയ പരിധി വിട്ട അക്രമങ്ങൾ കാണിച്ച മനുഷ്യ സമൂഹമേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുതേ, പടച്ചവനിൽ നിന്ന് നിങ്ങൾ അകന്നു പോകരുതേ. ഞാൻ അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. നിരന്തരം ഞാൻ കള്ളുകുടിച്ചിട്ടുണ്ട്, ലഹരിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, വേണ്ടാത്തവകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ജനങ്ങളെങ്ങാനും ഞാൻ ചെയ്ത തെറ്റുകൾ അറിഞ്ഞാൽ എന്നെ അടിക്കും വിധത്തിലുള്ള പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പടച്ച റബ്ബേ, അല്ല പറയുന്നു, മനുഷ്യ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നീ എത്ര വലിയ പാപിയാണെങ്കിലും എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകരുത്. എന്നോട് ചോദിക്കൂ, എന്റെ അടുക്കലേക്ക് വരൂ, ഞാൻ നിനക്ക് പുറത്തു തരാൻ തയ്യാറാണ്. അല്ലാഹു തന്നെ പറയുന്നുണ്ടെന്ന് റസൂല് പഠിപ്പിച്ചു. യബ്ന ആദം, ഓ ആദമിന്റെ പുത്ര, ആദമിന്റെ മനുഷ്യ, ആദമിന്റെ മകനെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ വാക്കുകളെ എടുത്തു ധരിക്കുകയാണ് ഖുദ്സിയായ ഹദീസിലൂടെ. ആദമിന്റെ പുത്ര, ആദമിന്റെ മകനെ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നോട് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, നീ എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോഴെല്ലാം ഞാൻ നിനക്ക് പുറത്തു തരുമെന്നുള്ള ഉറപ്പ് നിന്റെ ഹൃദയത്തിൽ ഉള്ളിടത്തോളം കാലം അല്ലാഹു പറയുകയാണ്, വഫറതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി,
ഞാൻ നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരും. എനിക്കത് പ്രശ്നമേ അല്ല. എത്ര വലിയ തെറ്റുകളുടെ കൂമ്പാരമാകട്ടെ. വീണ്ടും അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ലൗ ബലഗതു ദുനൂബക അനാന സമാ, നിന്റെ പാപം ആകാശം മുട്ടയെത്തി. ആകാശം മുട്ട, അത്രയും പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. കിലോമീറ്റർ കണക്കിന് ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള ആകാശം, അതിൽ നിറയെ ദുനിയാവ് നിറയെയുള്ള പാപം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നിട്ട് നീ എന്നോട് തൗബ ചെയ്തു, സുമ്മസ്തഗ്ഫറതനി, നീ എന്നോട് എന്നിട്ടാണ് പശ്ചാത്തപിക്കുന്നതെങ്കിൽ ഗഫറതു ലക, ഞാൻ നിനക്ക് പുറത്തു തരും. വലാ ഉബാലി, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. നീ എന്റെ അടുക്കലേക്ക് വരാൻ തയ്യാറായാൽ മാത്രം മതി. നിന്റെ ഈ വൃത്തികെട്ട ജീവിതമൊന്നും മാറ്റിവെക്കാൻ മാനസികമായി ഈ റമദാനിലെങ്കിലും നീ ഒന്ന് നിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തി എടുത്തിയാൽ മതി. ഞാൻ പുറത്തു തരാൻ തയ്യാറാണ്. ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായാ, ഈ ഭൂമി നിറയെ പാപവുമായി, ഈ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങും വിധത്തിൽ നിന്റെ പാപം കടുത്തു പോയിട്ടുണ്ട്. വരൂ എന്റെ അടുക്കലേക്ക് പശ്ചാത്തപിക്കാൻ, ഞാൻ നിനക്ക് പുറത്തു തരാൻ തയ്യാറാണ്. സഹോദരങ്ങളെ, നമ്മുടെ തെറ്റുകൾ നാം പടച്ചവനോട് ചോദിക്കുമ്പോൾ ആ പടച്ചവനോടുള്ള പശ്ചാത്താപം പോലും അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുമത്രേ. ലല്ലാഹു അശദ്ദു ഫറഹാ ബിതൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി. ഒരു അടിമ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുമ്പോൾ പടച്ചവന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അതിയായി അവൻ സന്തോഷിക്കും. ഈ പടച്ച റബ്ബിനെ എന്തിനാണ് ഞാനും നിങ്ങളും കൈവിടുന്നത് സഹോദരാ? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ഒരു സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ, നിന്നെ വഴിപ്പെടുന്ന, നിനക്ക് വേണ്ടി അമലുകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ നിന്നെ വിളിച്ചാൽ എന്തായിരിക്കും നിന്റെ മറുപടി എന്ന്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ലബ്ബൈക്, ഞാൻ അവന് മറുപടി കൊടുക്കും. അടിയനിതാ നിന്റെ മുന്നിലുണ്ട്, ഞാൻ നിന്റെ മുന്നിൽ ഹാജരാൻ, എന്താണ് നിന്റെ പ്രശ്നം പറഞ്ഞോളൂ എന്ന് ഞാൻ അവനോട് ചോദിക്കും. അല്ല, മൂസാ നബി വീണ്ടും ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ അടുക്കൽ ഒരു സാഹിദായ മനുഷ്യൻ ദുനിയാവ് വേണ്ട എന്ന് തീരുമാനിച്ച് പരലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങയോട് വിളിച്ചു. അയാളുടെ ആവശ്യം പറഞ്ഞു. എന്തായിരിക്കും അല്ലാഹുവേ അങ്ങയുടെ മറുപടി എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു അപ്പോഴും പറഞ്ഞു, ലബ്ബൈക്, ഞാൻ അവനോട് ലബ്ബൈക് എന്ന് മറുപടി പറയും. എന്താണ് നിന്റെ ആവശ്യം പറഞ്ഞോളൂ എന്ന് ഞാൻ അവനോട് പറയും. വീണ്ടും മൂസാ നബി ചോദിച്ചു, അല്ലാ, ഒരു പാപിയായ മനുഷ്യൻ നിന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, നിന്നോട് സഹായം തേടാൻ വന്നാൽ എന്തായിരിക്കും അല്ലാഹുവേ അങ്ങയുടെ മറുപടി എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറഞ്ഞു, ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക്. അന്നവനോട് ഞാൻ 3 പ്രാവശ്യം ആവർത്തിച്ചു പറയും. കാരണം ഈ സാധാരണ അമലുകൾ ചെയ്ത മനുഷ്യനും അല്ലാഹുവിന് വേണ്ടി ദുനിയാവ് മുഴുവനും ത്യജിച്ച് പരലോകം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മനുഷ്യനും അവന്റെ അമലിൽ ചിലപ്പോൾ പ്രതീക്ഷ വെച്ചേക്കാം. പക്ഷേ നിരന്തരം പാപങ്ങളിൽ ഏർപ്പെട്ട് പാപങ്ങളാൽ ഹൃദയം കറുത്തിരുണ്ടുപോയ ഒരു മനുഷ്യൻ എന്നെ വിളിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ എന്നിൽ മാത്രമാണ്. അവൻ പ്രതീക്ഷിക്കുന്നത് എന്നെ മാത്രമാണ്. ഞാൻ അവന് പുറത്തു കൊടുക്കുമെന്നുള്ള ഉറപ്പിലാണ് അവൻ എന്നെ വിളിക്കുന്നത്. ആ സമയത്തുള്ള വിളി ഞാൻ 3 പ്രാവശ്യം അവനോട് ചോദിക്കും, ലബ്ബൈക് ലബ്ബൈക് ലബ്ബൈക്. എന്താ അല്ലാഹുവിന്റെ ദാസ, നിനക്ക് എന്താണ് വേണ്ടത് എന്നോട് പറഞ്ഞോളൂ എന്ന് ഞാൻ ആവർത്തിച്ച് അവനോട് ചോദിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞത്രേ. സഹോദരങ്ങളെ, ഈ റമദാൻ നമ്മുടെ ദുശ്ശീലങ്ങൾ ഇടപെടണം. ഈ ദുശ്ശീലങ്ങളെ ഇറക്കി വെക്കാൻ ഓരോ ദിവസവും നമുക്ക് കഴിയണം. ഓരോ ദിനരാത്രങ്ങളും പിന്നിടുമ്പോൾ നമ്മുടെ ഓരോ ദുശ്ശീലങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിയണം. ഓരോ സീസണിലാണ് കർഷകർ ഓരോ കൃഷി നടത്തുന്നത്. മാങ്ങയ്ക്ക് വേണ്ടി ഒരു സീസൺ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാവിനും ചക്കയ്ക്കും ഒരു സീസൺ ഉണ്ട്. ഓരോ കൃഷിക്കും അരിക്കും ഗോതമ്പിനും നെല്ലിനും എല്ലാം ഓരോ സീസൺ ഉണ്ട്. ആ സമയത്ത് അത് ചെയ്യുമ്പോഴാണ് വേണ്ട വിധത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുക. അതുപോലെ തന്നെയാണ് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള ഒരു പ്രത്യേകമായ സീസണായി അല്ലാഹു മഗ്ഫിറത്തിന്റെ 10 ദിനമായി എണ്ണി തിട്ടപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ 10 ദിവസം എന്നോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നില്ലേ?
നാം നമസ്കാരത്തിന് ശേഷം അപ്പോൾ മാത്രം ചോദിച്ചാൽ പോരാ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ തേങ്ങലാകണം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. എന്താണ് അർത്ഥം? അർത്ഥമെങ്കിലും നമുക്കറിയുമോ? ആ ആശയമെങ്കിലും അറിഞ്ഞിട്ടായിരിക്കണം പടച്ചവനോട് ചോദിക്കേണ്ടത്. ഈ സർവ്വലോകത്തിന്റെയും സൃഷ്ടികർത്താവായ സംഹാരനായകനായ അല്ലാഹ്, എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാഹ് എന്നാണ് പടച്ചവനോട് നാം അത് ചോദിക്കുന്നത്. അത് ഹൃദയം കൊണ്ട് ചോദിക്കാൻ കഴിയണം, ഹൃദയത്തിൽ തട്ടിയിട്ട് ചോദിക്കാൻ കഴിയണം. എല്ലാം പടച്ചറബേക്ക് പുറത്തു തരുമെന്നുള്ള ഉറപ്പിൽ അള്ളാഹുവിനോട് എനിക്ക് ചോദിക്കാൻ കഴിയണം സഹോദര. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരേണ്ടത് പടച്ചവനാണ്. ആ പടച്ചവൻ പുറത്തു തരണമെങ്കിൽ ഈ സീസണിൽ ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യാൻ അവന്റെ ഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ അവൻ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നോക്കുന്നൊരു സംഗതിയുണ്ട്. അവിടെ എന്തെങ്കിലും കളകളുണ്ടോ, മാലിന്യങ്ങളുണ്ടോ, കീടനാശികളുണ്ടോ? അതെല്ലാം ഉണ്ടെങ്കിൽ അയാൾ ആദ്യം അതിനെ എടുത്തു മാറ്റിയിട്ടാണ് പിന്നീട് അവിടെ കൃഷി ചെയ്യുക. ഇതേപോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ കളകൾ, മാലിന്യങ്ങൾ, അഴുക്കുകൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇറക്കി വെക്കാൻ നാം തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങേണ്ടുന്ന, നാം യഥാർത്ഥത്തിൽ കൃഷി ചെയ്യേണ്ടുന്ന ഈമാനും തഖ്വയും നോമ്പിലൂടെ അള്ളാഹു ലക്ഷ്യമാക്കുന്ന ഈ ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുക. നല്ല ഒരു മുഅ്മിനായി മാറാൻ ഈ റമളാനിന് ശേഷവും യഥാർത്ഥ ഒരു മുഅ്മിനായി ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ഈ മാലിന്യങ്ങളെ ഒഴിവാക്കിയിട്ട് അതിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരവും നല്ല ചിന്തയും റബ്ബിലുള്ള പൂർണ്ണ ഈമാനും യഖീനും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ നാം തയ്യാറാകുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെയും നിങ്ങളുടെയും പാപമോചനം സ്വീകരിക്കുക. അപ്പോഴാണ് പടച്ചവൻ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഇടപെടുക. അപ്പോഴാണ് പടച്ചവൻ എന്റെയും നിങ്ങളുടെയും കൂടെ സദാസമയം ഉണ്ടാകുക. നീറുന്ന പ്രശ്നങ്ങളുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സന്ദർഭത്തിൽ മഹാനായ പ്രവാചകനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഖുർആൻ പറഞ്ഞതുപോലെ തന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ ഒന്ന് പേടിച്ചപ്പോൾ, ശത്രുക്കൾ തന്റെ ഗുഹാമുഖത്ത് വന്നു നിന്നിട്ടൊന്ന് ഭയപ്പെടുത്തിയപ്പോൾ ആ പേടിച്ചു പോയ അബൂബക്കറിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്, അബൂബക്കറെ, നമ്മൾ രണ്ടുപേരും കൂടെയുണ്ട്, നമുക്ക് മുകളിൽ അള്ളയുണ്ട്, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ അള്ളയില്ലേ അബൂബക്കറെ? ഈ ചോദ്യവും അത് സ്വീകരിക്കാനുള്ള ഹൃദയവും ഉണ്ട് എങ്കിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ ഈമാനും എത്ര ബലവത്തായി എന്ന് തിരിച്ചറിയൂ സഹോദര. രണ്ട് സുജൂദുകൾക്കിടയിൽ ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒരു വാചകമുണ്ട്, റബ്ബി ഗ്ഫിർലി വറഹംനി വജ്ബുർനി വറഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന ചോദ്യത്തിൽ വജ്ബുർനി എന്നൊരു പദമുണ്ട്. എന്താ അർത്ഥമെന്നറിയോ? നാം പടച്ചവനോട് ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ നമസ്കാരത്തിൽ കുറെ കൂടി ശ്രദ്ധ കിട്ടും. അനാവശ്യ ചിന്തകളിൽ നിന്ന് നമ്മെ മോചനം നടത്തി എന്താണ് ചോദിക്കുന്നതെന്നും എന്താണ് പടച്ചവനുമായിട്ടുള്ള എന്റെ ബന്ധമെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞ് അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിയും. വജ്ബുർനി, എന്റെ പാപങ്ങൾ, എന്നിൽ വന്നുപോയ മാലിന്യങ്ങൾ, അതൊക്കെ നീ പരിഹരിക്കണേ അല്ലാ. പടച്ചവനോടുള്ള നമ്മുടെ ചോദ്യമാണ്. എന്തുകൊണ്ട് നമുക്കതിൽ ഇങ്ങനെ അർത്ഥമറിഞ്ഞ് പടച്ചവനോട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരണമെന്ന് പറയാൻ നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ പോരായ്മകൾ നമുക്കറിയോ? അല്ല, നമുക്ക് നമ്മുടെ പോരായ്മകളെ കുറിച്ച് ചിലപ്പോൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. കുറച്ചൊക്കെ പോരായ്മകൾ എന്റെ കൂടെ നടക്കുന്ന എന്റെ കൂട്ടുകാരനറിയാം. കുറെ കൂടി പോരായ്മകളും കുറവുകളും എന്റെ കൂടെ കിടക്കുന്ന എന്റെ സഹധർമ്മിണിക്കറിയാം. അതേപോലെ സഹോദരങ്ങളെ, എന്നാൽ എല്ലാം അറിയുന്ന, എന്റെ നല്ല കാര്യങ്ങൾ അറിയുന്ന, എന്റെ കുറവുകൾ അറിയുന്ന, എന്റെ പോരായ്മകളെല്ലാം അറിയുന്ന, അത് പുറത്തു തരാൻ തയ്യാറുള്ള എന്റെ നാഥൻ, ആ റബ്ബിനോട് എനിക്ക് പറയാൻ കഴിയണം, വജ്ബുർനി, ആത്മാർത്ഥമായ ഹൃദയം കൊണ്ട് പറയട്ടെ, വജ്ബുർനി, എനിക്ക് പരിഹരിച്ചു തരണേ അല്ലാ, എന്റെ പാപങ്ങളെല്ലാം പരിഹരിക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന്
എന്ന വിചാരത്തിൽ നാം അശ്രദ്ധരായി പോകരുത്. വലിയ വലിയ വീടുകൾ നശിപ്പിക്കാൻ വലിയ വലിയ ആനകളല്ല വരുന്നത്, മറിച്ച് ചെറിയ ചെറിയ ചെതലുകൾ വന്നിട്ടാണ് നമ്മുടെ വലിയ വലിയ കൊട്ടാരങ്ങളെ പോലും നശിപ്പിക്കുന്നതെന്ന പോലെ വലിയ വലിയ തോട്ടങ്ങളും കാടുകളും നശിപ്പിക്കാൻ ചിലപ്പോൾ വരുന്നത് ചെറിയ ചല്ലികളായിരിക്കാം. അവിടെ വരുന്നത് വലിയ ദിനോസറുകൾ ആകണമെന്നില്ല. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ ചെറിയ ചെറിയ തെറ്റുകൾ അത് വലുതായിട്ട് അത് പിന്നീട് നമ്മെ നശിപ്പിക്കും. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇയ്യാകും വമുഹ്തിറാത്തിദ് ദുനൂബ്, പാപങ്ങൾ നിസ്സാരമായി കാണുന്നത് സൂക്ഷിക്കണേ. ചെറിയ ചെറിയ പാപങ്ങളല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ, ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞതല്ലേ ഉള്ളൂ, ഞാൻ ഒരാളെ പരിഹസിച്ചതല്ലേ ഉള്ളൂ, ഞാൻ ഒരാളെ കളിയാക്കിയതല്ലേ ഉള്ളൂ, ഞാൻ അവനോട് കുശുമ്പും അസൂയയോടും കൂടി പെരുമാറിയതല്ലേ ഉള്ളൂ, എന്താ പ്രശ്നം? ഇങ്ങനെയുള്ള ചെറിയതാണ് എന്ന് നാം കരുതുന്ന പാപങ്ങൾ അത് പിന്നീട് വലിയ വലിയ കൂമ്പാരങ്ങളായി മാറുന്നതാണ്. എത്ര രോഗങ്ങളും അപകടങ്ങളും നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ടും നമുക്കത് പഠിക്കാൻ, അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ നമ്മെ സംരക്ഷിച്ചിട്ടും പടച്ചവൻ പറയുന്നത് പോലെ പടച്ചവനോടുള്ള നമ്മുടെ വിചാരം ക്ലിയർ ആണോ? അല്ലാഹു തന്നെ പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. എത്ര പാഠങ്ങൾ അവന്റെ മുമ്പിലുണ്ട്, എത്ര പാപങ്ങൾ, എത്ര സമൂഹത്തെ നശിപ്പിച്ച പാഠങ്ങൾ അവന്റെ മുന്നിലുണ്ട്. എന്നിട്ടും പടച്ചവന് കൊടുക്കേണ്ടുന്ന വിലയും നിലയും അവൻ ഇപ്പോഴും കൊടുക്കുന്നില്ല. ഇപ്പോഴും അവൻ അക്രമിയാണ്. റമളാൻ വന്നിട്ടും ഒരു തിരുത്തലിന് തയ്യാറാകാൻ കഴിയുന്നില്ല. ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം ഇപ്പോഴും അത് ഹൃദയത്തിൽ തന്നെയുണ്ട്. എത്ര നോമ്പ് പിടിച്ചു, 13ഉം 14ഉം നോമ്പെടുത്തിട്ട് പോലും എന്റെ ഹൃദയത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മുഅ്മിനേ, എന്തിനാണ് നമ്മുടെ പട്ടിണി പടച്ചവന്? അങ്ങനെയുള്ള പട്ടിണി പടച്ചവൻ ആവശ്യമില്ല. നമ്മുടെ പട്ടിണി നാം നോമ്പെടുക്കേണ്ടത് എന്റെ വയറു മാത്രമല്ല നോമ്പെടുക്കേണ്ടത്. ഹറാമിൽ നിന്ന് എന്റെ കണ്ണ് നോമ്പെടുക്കണം, ഹറാമിൽ നിന്ന് എന്റെ ചെവി നോമ്പെടുക്കണം. എല്ലാം എന്റെ നാവും എന്റെ ഓരോ അവയവങ്ങളും ഹറാമിൽ നിന്ന് നോമ്പെടുക്കാതെ എന്റെയും നിങ്ങളുടെയും പട്ടിണി പടച്ചവന് ആവശ്യമില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നാം മുൻഗണന കൊടുക്കേണ്ടത് നമ്മുടെ ദുനിയാവിനോ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്കോ എന്റെ ദുനിയാവിലെ നശ്വരമായി കുറഞ്ഞ കാലത്തെ ഏതെങ്കിലും താല്പര്യങ്ങൾക്കോ അല്ല. എന്നെയും നിങ്ങളെയും പടച്ചവനോടാണ്. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. പടച്ചവൻ വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ തന്ന നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ദുനിയാവിന്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി തന്ന ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നറിയോ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. നിങ്ങൾക്ക് അല്ലാഹയേക്കാൾ ഇതൊക്കെ തന്ന പടച്ചവനേക്കാൾ ഇതിലേക്കൊക്കെ വരണമെന്ന് നിങ്ങളെ കൃത്യമായി പഠിപ്പിച്ച മുഹമ്മദ് നബിയേക്കാൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തെക്കാൾ പരിശ്രമത്തെക്കാൾ നിങ്ങൾക്ക് വലുത് ഇപ്പോഴും നിങ്ങളുടെ വാപ്പയും ഉമ്മയും പെണ്ണും പണവും സമ്പാദ്യവും അധികാരവും കച്ചവടവുമാണ് എന്ന് അല്ലാഹു തന്നെ പറയുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ പോക്കെങ്കിൽ അല്ലാഹു പറയട്ടെ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അല്ലാഹുവിന്റെ കൽപ്പന വന്ന് അല്ലാഹുവിന്റെ തീരുമാനം വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണേ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നമ്മെ എല്ലാവരെയും ഈമാനിന്റെ വഴിയിലൂടെ നടത്തട്ടെ. അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ചിലപ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് എത്രയോ പേര് നന്നാകാം. ബഗ്ദാദിന്റെ തെരുവിലൂടെ നടന്നു നീങ്ങുന്ന ഒരു സാധാരണ മനുഷ്യൻ, അയാൾ നടന്നു നീങ്ങുമ്പോൾ ആ ബഗ്ദാദിന്റെ ഒരു തെരുവിൽ ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ അവിടെ വായി നോക്കി അലസനായി മടിയനായിരിക്കുന്നത് കണ്ടിട്ട് ആ വഴിയെ നടന്നുപോയ മനുഷ്യൻ അയാളോട് പറഞ്ഞു, മസ്ജിദുൽ കബീറിൽ ഒരു വലിയ ക്ലാസ് നടക്കുന്നുണ്ട്, നിനക്കതിൽ പോയി പങ്കെടുത്തുകൂടെ? അയാൾ അത് മൈൻഡ് പോലും ചെയ്തില്ല. അയാൾ തിരിഞ്ഞു നടന്നു. രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നപ്പോഴും അയാളോട് പറഞ്ഞു, പള്ളിയിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, പോയി പങ്കെടുത്തുകൂടെ? അപ്പോഴും അയാളത് ചെവിക്കൊണ്ടില്ല. മൂന്നാമത്തെ ദിവസം ഈ വന്നയാൾ അയാളെ പിടിച്ചു വലിച്ച ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തി.
അയാൾ ആ ക്ലാസ്സിൽ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അയാൾ ആ ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു മാറ്റം വന്നു തുടങ്ങി. അയാൾ പിന്നീട് എല്ലാ ദിവസവും ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആ ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം കേട്ട് ആരായി എന്നറിയോ? ഇന്ന് ലോകത്തെ മഹാനുഭാവന്മാരെ എണ്ണുമ്പോൾ അതിൽ ആദ്യത്തെ 5 പേരിൽ ഒന്നാമനായി കാണുന്ന മഹാനായ സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ആ സാധാരണ ചെറുപ്പക്കാരൻ സഹോദര, ഇന്ന് ആ മനുഷ്യൻ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങൾ ഇന്ന് മദ്ഹബിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായി, ലോകത്തിന്റെ ഏറ്റവും വലിയ അറിയപ്പെട്ട പണ്ഡിതനായി വാഴുന്നെങ്കിൽ ഒരാളുടെ ഒരൊറ്റ വാക്കാൻ അയാളെ വെറുതെ വിടാൻ, ഏതെങ്കിലും ഒരാൾ അലഞ്ഞു തിരിഞ്ഞ് നശിക്കാൻ പോകുന്നത് കാണുമ്പോൾ അവൻ പോയി നശിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നതിനു പകരം അയാളുടെ കൈക്ക് പിടിച്ച് പള്ളിയിലേക്കും അല്ലാഹുവിലേക്കും കൊണ്ടുവന്നപ്പോൾ അയാളിലുണ്ടായ മാറ്റമാണ്. ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾ. അതുകൊണ്ട് സഹോദര, നാം റബ്ബിനോട് പശ്ചാത്തപിക്കാൻ തയ്യാറായി അഴുക്കുകളിലും മാലിന്യങ്ങളിലും കിടക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നല്ല വാക്കുകൾ പറഞ്ഞ് കൈപിടിച്ച് ചേർത്ത് വെക്കൂ. ഇൻഷാ അല്ലാഹ് പാപമോചനത്തിന്റെ യഥാർത്ഥത്തിൽ പടച്ച റബ്ബ് നമ്മിൽ തൃപ്തനാകുന്ന നല്ലൊരു മനുഷ്യനായി ഈ റമദാനിലൂടെ, ഈ മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങളിലൂടെ നമുക്ക് സാധ്യമാകുമെന്ന് തിരിച്ചറിയാൻ കഴിയട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു തന്ന് നല്ലൊരു മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരണപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാനുമായി ബന്ധപ്പെട്ട് ഫിത്ർ സക്കാത്ത് അതിൻ്റെ ഒരു ആളോഹരി എന്ന് പറയുന്നത് 110 രൂപയായി ജമാഅത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൗണ്ടറൊക്കെ പുറത്തുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർ എല്ലാവരും കൊടുക്കേണ്ടതാണ്. അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരു സന്ദർഭത്തിൽ പറയാം. എന്തായാലും അതിൻ്റെ കൗണ്ടർ പുറത്ത് പ്രവർത്തിക്കും. എല്ലാവരും അതിൽ അവരുടെ ആളോഹരി 110 രൂപയായി മനസ്സിലാക്കി അത് പ്രവർത്തിക്കാൻ തയ്യാറാവുക. അതുപോലെ ഒരു സഹോദരൻ തൻ്റെ മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ പള്ളിക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.